ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സിട്രോണിന്റെ C3 EV C3യുടെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കാച്ചർ DCBയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് സിട്രോണിന്റെ C3 EVയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. C3 ആയിട്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് C3 ആയിട്ട് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ. എന്നാൽ നമുക്കൊന്ന് ക്ലോസ് ആയിട്ട് നോക്കാം. ഹാലജൻ ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാലജൻ ആയിട്ടുള്ള ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. പിന്നെ DRL കാണാൻ പറ്റും. മധ്യഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ വലിയൊരു എയർ ഡാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിട്രോണിന്റെ ബാഡ്ജിങ്ങും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ കളർ പാറ്റേൺ ഒക്കെ വരുന്നത്. വൈറ്റിന്റെയും അതുപോലെ തന്നെ ഓറഞ്ചിന്റെയും പാറ്റേൺ വരുന്നുണ്ട്. ഇതിന്റെ എംബ്ലം ഒക്കെ നമ്മൾ ഡീക്രോം ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്കിലേക്ക് വരുന്നത്. ശരിക്കും സിൽവറിന്റെ ഫിനിഷിംഗ് ആണ് വരുന്നത്. പിന്നെ ഇത് നോക്കുവാണെങ്കിൽ ബോണറ്റ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടർ ലൈൻസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന് നമ്മളെ വൈപ്പേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു മിനി SUV ലുക്കിലാണ് ഈ ഒരു C3 വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ കീ വരുന്നത്. സിമ്പിൾ ആയിട്ട് കീ ആണ് വന്നിട്ടുള്ളത്. സിട്രോണിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റാണ്, ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയത് ഇവിടെയാണ് DRLന്റെ ഉള്ളിലാണ് ഇതിന്റെ ഇൻഡിക്കേറ്ററും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സിട്രോണിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇനി നേരെ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ക്ലാഡിങ് കാണാൻ പറ്റും. നമുക്കിത് ഈ ഫ്രണ്ടിൽ നിന്ന് കയറിയിരിക്കുന്ന രീതിയിലാണ് ക്ലാഡിങ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വീൽ ആർച്ചും കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പൊസിഷനിലാണ് ഇതിന്റെ ചാർജിങ്ങിന്റെ ഇത് വരുന്നത്, പോർട്ട് വരുന്നത്. അതിൽ തന്നെ ഏകദേശം നോർമൽ ചാർജിങ് ആണെങ്കിൽ 15 ആംപിയറിന്റെ ചാർജിങ് ആണെങ്കിൽ 10.5 മണിക്കൂറാണ് ഈ ഒരു വണ്ടി ഫുൾ ചാർജ് ആകാൻ എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ DC ചാർജിങ് ആണെങ്കിൽ 90% വരെ ചാർജ് ആവാൻ 1 മണിക്കൂർ വേണം. അതിനുശേഷം കംപ്ലീറ്റ് ആവാൻ കുറച്ചുകൂടി ടൈം എടുക്കും. ഇനി ഇതിന്റെ വീൽ നോക്കുവാണെങ്കിൽ 15 ഇഞ്ചാണ് അലോയിൽ വന്നിട്ട്. ഡയമണ്ട് കട്ട് അലോയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ബ്രേക്ക് നോക്കുവാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിട്ട്. അതുപോലെ തന്നെ ടയർ സൈസ് വരുന്നത് 195 വരുന്നത്. പക്ഷെ നമ്മൾ അപ്പ് സൈസ് ചെയ്തിട്ടുണ്ട്. ഇത് 205 ഇപ്പോൾ ഉള്ള ടയർ സൈസ് വരുന്നത്. ശരിക്കും വരുവാണ് 195. പിന്നെ സസ്പെൻഷൻ പറയുകയാണെങ്കിൽ മെക്ഫേഴ്സൺ സ്റ്റെറ്ററാണ് മുന്നിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇത് അവിടെ ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. പിന്നെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഇലക്ട്രിക്കൽ അല്ലാതെ അഡ്ജസ്റ്റ്മെന്റ്, അതായത് ലിവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു മിറർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇതൊരു ബാഡ്ജിങ്, EVന്റെ ഒരു ബാഡ്ജിങ്ങും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ടേണിംഗ് റേഡിയസ് പറയുകയാണെങ്കിൽ 4.93 ആണ് ഇതിന്റെ ടേണിംഗ് റേഡിയസ് വരുന്നത്. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ A പില്ലറും B പില്ലറും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. C പില്ലറിന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പ് വന്നിട്ടുണ്ട്. പിന്നെ റൂഫിന്റെ വൈറ്റ് ആണ് ഈ ഒരു മിററിന്റെ മേലെയുള്ള വൈറ്റും. റൂഫ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് റൂഫ് റെയിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു അടിപൊളിയായിട്ടുള്ള റൂഫ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗിലാണ് ഒരു റൂഫ് റെയിൽ വന്നിട്ടുള്ളത്. അതിന്റെ ഷേപ്സ് ഒക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ രീതിയിലാണ് അതിന്റെ ഷേപ്പ് വരുന്നത്. പിന്നെ മുൻഭാഗത്ത് ഒരു ആന്റിനെയും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ വിൻഡോ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോഡി കളർ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു കീൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം ഡോർ 90 ഡിഗ്രി ആയിട്ട് വൈഡായി തുറക്കാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. പിന്നെ ക്ലാഡിങ് കാണാൻ പറ്റും. അതിലും നമുക്കൊരു വൈറ്റ് ഗാർണിഷ് കൊടുത്തത് കാണാൻ പറ്റും. പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഡോറാണ് വന്നിരിക്കുന്നത്. ക്വാർട്ടർ ഗ്ലാസിന് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി കളർ ആയിട്ടുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് വരുവാണെങ്കിൽ ബ്രേക്ക് വരുന്ന ഡ്രം ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത്. അതിൽ ട്വിസ്റ്റ് വീമാണ് പിൻഭാഗത്തെ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു സ്പോയിലർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വിൻഷീൽഡ് ആണ് കൊടുത്തിരിക്കുന്നത് റിയർ സൈഡിൽ. പിന്നെ സിട്രോണിന്റെ ബാഡ്ജിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ സിട്രോണിന്റെ നെയിമിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ വണ്ടിയുടെ ബാഡ്ജിങ്ങും കാണാൻ പറ്റും. പിന്നെ ടൈൽ ലാമ്പ് ഒക്കെ C3യുടെ അതേ രീതിയിലാണ് ടൈൽ ലാമ്പ് ഒക്കെ വന്നിരിക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പാണ് നമ്മൾ ഈ C3 കണ്ടിട്ടുണ്ടാവും. ഇതിന് മുന്നേ ഞാൻ C3ന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അതിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ബമ്പേഴ്സ് നോക്കുവാണെങ്കിൽ ബ്ലാക്കിൽ വന്നിട്ടുണ്ട്. അതിലൊരു വൈറ്റ് ഗാർണിഷ് കാണാൻ പറ്റും. പിന്നെ തൊട്ട് താഴെയായ ഒരു റിഫ്ലക്ടറും കാണാൻ പറ്റും. പിന്നെ റിവേഴ്സ് സെൻസേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. റിവേഴ്സ് സെൻസേഴ്സ് കാണാൻ പറ്റും. ഇനി ഇതിന്റെ ഡിക്കി സ്പേസ് പറയുകയാണെങ്കിൽ 305 ലിറ്ററാണ് ഇതിന്റെ ഡിക്കി സ്പേസ് വരുന്നത്. തുറന്ന് കാണിച്ചാൽ ഈ രീതിയിലാണ് ഇതിന്റെ ഡിക്കി വരുന്നത്. ഒരു പാർസൽ ട്രേ കാണാൻ പറ്റും. പാർസൽ ട്രേയുടെ ക്ലിപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ രീതിയിൽ ചെറിയൊരു കുഴിയുള്ള രീതിയിലാണ് ഇതിന്റെ ഡിക്കി സെറ്റ് ചെയ്തിട്ടുള്ളത്. ലോഡിങ്ങും അൺലോഡിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ബാക്കി കുഴപ്പമില്ല. അത്യാവശ്യം സ്പേസ് ഉണ്ട്. 315 ലിറ്ററാണ് ഇതിന്റെ ഒരു സ്പേസ് വരുന്നത്. ഇനി നടക്കുവാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. കൂളിംഗ് ഒടിച്ചുകൊണ്ട് കാണാത്തതാണ്. ബ്രേക്ക് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ പിൻഭാഗത്തുള്ള കാര്യം. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പെട്രോളിന്റെ വണ്ടീന്റെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഓപ്പണിംഗ് ഇത് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ജസ്റ്റ് ഒരു കട്ടിങ് അവിടെ വരുന്നത് മാത്രമേ ഉള്ളൂ. ശരിക്കും പെട്രോൾ വണ്ടീന്റെ, അതായത് ഇതിന്റെ EVയും ബോഡിയെല്ലാം സെയിം ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഇത് എവിടെയും സിട്രോണിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഹാലജൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്രയാണുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഓവറോൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിന്റെ എഞ്ചിൻ എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ മോട്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ പെർമനന്റ് മാഗ്നറ്റിക് സിഗ്നൽസ് മോട്ടറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 41.92 kW മോട്ടറാണ് ഇതിൽ
ഇതിന്റെ പവർ വരുന്നത്. അതായത് ഇതിന്റെ ഉപയോഗിച്ചിന്റെ മോട്ടറിന്റെ പവർ 41 kW ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി വരുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 29.2 kWh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററി പാക്ക് വരുന്നത് റണ്ണിംഗ് ബോർഡിന് താഴെയായിട്ടാണ് ബാറ്ററി പാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മോട്ടറിന്റെ പവർ വരുന്നത് 56 bhp ആണ് ഇതിന്റെ ഒരു പവർ വരുന്നത്. അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 143 Nm ടോർക്കും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ റേഞ്ച് വരുന്നത് 320 km ആണ് ഇതിന്റെ ഫുൾ ചാർജിങ്ങിലുള്ള റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ചാർജിങ് ടൈം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10.5 മണിക്കൂറാണ് ഇതിന്റെ നോർമൽ ചാർജിങ്. അതായത് 16 ആംപിയറിന്റെ പ്ലഗ് ആണെങ്കിൽ ഒരു 10.5 മണിക്കൂർ എടുക്കും. നോർമൽ DC ചാർജർ കിട്ടുവാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് 90% ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 0 to 60 km 6.8 സെക്കൻഡ് കൊണ്ടാണ് ഈ ഒരു വണ്ടി കവർ ചെയ്യുന്നത്. അത്രയും ക്വിക്കാണ്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയർ കാണാം. അതിനു മുന്നേ ഇവിടെ ഒരു പാഡിങ് കാണാൻ പറ്റും. സൗണ്ട് കുറക്കാൻ വേണ്ടി. പക്ഷേ ഈ വണ്ടിക്ക് EV ആകുമ്പോൾ സൗണ്ടൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു പാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണുള്ളത്. ഇനി നമുക്ക് നേരെ ഇതിന്റെ ഇന്റീരിയറിന്റെ കാര്യങ്ങൾ അവിടെ നോക്കി നോക്കാം. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം. ഉള്ളിലേക്ക് പോകുമ്പോൾ ഡോർ പാഡ് ഈ രീതിയിലാണ് ഒരു ഡോർ പാഡ് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് 90 ഡിഗ്രി ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പവർ വിൻഡോന്റെ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. പവർ വിൻഡോന്റെ ബട്ടൺ ഈ രീതിയിൽ. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിലൊക്കെ ഈ രീതിയിലാണ് കൊടുത്തത്. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ചെറിയൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പീക്കർ കൊടുത്തു. ഇത്രയാണ് ഇതിന്റെ ഈ ഒരു ഡോർ പാഡിന്റെ കാര്യങ്ങളുള്ളത്. പിന്നെ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഈ രീതിയിലാണ് മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. അത് നമ്മൾ C3 ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലാണ് C3 വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡോർ പാഡ് ഉള്ളത്. ഇനി നേരെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള AC വെന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. താഴേക്ക് പോകുകയാണെങ്കിൽ ഫോഗ് ലാമ്പിന്റെ ബട്ടൺ കാണാൻ പറ്റും. പിന്നെ ഇത് പവർ വിൻഡോ ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വിൻഡോ ഗ്ലാസ് ലോക്ക് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 2 ഡമ്മി സ്വിച്ചസിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ വേണമെങ്കിൽ വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് കീയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി നേരെ നോക്കുവാണെങ്കിൽ സീറ്റ് നോക്കുവാണെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിൻ്റെ ഉള്ളിലാണത്. സ്റ്റിയറിംഗ് വീൽ ഈ രീതിയിലുള്ള ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ്. വണ്ടിയുടെ വലിപ്പത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ AC വിൻഡിന്റെ പൊസിഷൻ ഈ രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള AC വിൻഡ് ഇതാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു ടൂട്ടർ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ കളറൊക്കെ ബീജിലാണ് വന്നിട്ട്. പിന്നെ ഡാഷ് ബോർഡിന്റെ കളേഴ്സും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ഗ്രേ പോലത്തെ കളർ, അതായത് ഒരു ചാരനിറെന്നാണ് പറയാൻ, ഒരു മാറ്റാണ് ഫിനിഷിങ് വന്നിട്ടുള്ളത്. പിന്നെ മീറ്റർ ക്ലസ്റ്റർ, സിമ്പിൾ ആയിട്ടുള്ള മീറ്റർ ക്ലസ്റ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ബാറ്ററി റേഞ്ച് അതുപോലെ തന്നെ സ്പീഡ് അതുപോലെ റെഡി, ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വണ്ടി സ്റ്റാർട്ടിംഗാണ് റെഡി. പിന്നെ അത്യാവശ്യമുള്ള ലൈറ്റ്സും കാര്യങ്ങളും സിഗ്നൽസും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന്റെ മീറ്റർ ക്ലസ്റ്റർ. നമ്മൾ മുന്നേ കണ്ട അതേ വണ്ടിയിൽ മീറ്റർ ക്ലസ്റ്റർ തന്നെയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റർ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈപ്പേഴ്സിന്റെ കാര്യങ്ങൾ ഇവിടെയും കാണാൻ പറ്റും. ഇനി നേരെ മറുവശത്തേക്ക് പോകുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ ഒരു ഡാഷ്ബോർഡ് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ ഒരു പാറ്റേൺ കാണാൻ പറ്റും. പിന്നെ AC വിൻഡ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതായത് AC വിൻഡ് ഇപ്പം ഈ ഒരു വശത്ത് കണ്ട രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് എവിടെയൊക്കെ ഒരു സ്പേസ് ഉണ്ട്. ഡാഷ്ബോർഡിന്റെ ഒരു ഗ്ലൗ ബോക്സ് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡോർ പാഡിന്റെ ഇത് നോക്കുകയാണെങ്കിൽ ഒരു പാറ്റേൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പാറ്റേൺ അല്ല, ഒരു ട്രിം കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നേരെ സെന്ററിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. അതിലുള്ള ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉള്ള ഒരു കണക്ടിവിറ്റി ഒക്കെ ഉള്ള ഒരു സ്ക്രീനാണ്. പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാ വണ്ടികളിലും നമ്മൾ ഒരു വലിയ സ്ക്രീനും അതുപോലെ തന്നെ ഈ മീറ്റർ ക്ലസ്റ്റർ ഒക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ അതൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടാണ് കൊടുക്കുന്നത്. രണ്ടിലും ഒരേ രീതിയിൽ വരണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിട്രോൺ ഈ ഒരു രീതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനാണ്. പിന്നെ മ്യൂസിക് ക്വാളിറ്റി, നല്ലൊരു മ്യൂസിക് ക്വാളിറ്റി വരുന്നുണ്ട്. നേരെ താഴേക്ക് വരുവാണെങ്കിൽ AC വിൻഡ്, വ്യത്യസ്തമായ രീതിയിലൊരു AC വിൻഡ് കാണാൻ പറ്റും. പിന്നെ മാനുവലി ഓപ്പറേറ്റർ ആയിട്ടുള്ള AC കാണാൻ പറ്റും. ACന്റെ ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഫാൻ സ്പീഡ് പിന്നെ പൊസിഷനും ചെയ്യാൻ പറ്റും. ഇവിടെ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹസാർഡ് ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. തൊട്ട് താഴെ ഇതാ ചാർജിങ്, ഇത് നമ്മൾ ഇത് കുത്തിയിട്ടുണ്ട്. നമ്മുടെ ഡാഷ് ക്യാമിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതവിടെ ഒരു USB ചാർജിങ്, ഇവിടെ ഒരു സ്പേസ്, ഒരു മൊബൈൽ പ്ലേസ് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ സ്പേസ് നമുക്ക് കാണാൻ പറ്റും. കപ്പ് ഹോൾഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ആ ഡോറിൽ കണ്ട അതേ ട്രിം ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നേരെ പിന്നിലേക്ക് പോകും. ഇതാണ് ഇതിന്റെ ഗിയർ ഷിഫ്റ്റേഴ്സ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഷിഫ്റ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ പിന്നിലേക്ക് പോകുമ്പോൾ മാനുവൽ ആയിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആംബ്രസ് നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഇന്റീരിയറിലെ സെൻട്രൽ കൺസോളിന്റെ കാര്യം. ഇനി നേരെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള മാനുവൽ ആയിട്ടുള്ള ഡിമ്മിംഗ് ഉള്ള മിറർ കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട ഡാഷ് ക്യാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അവിടെ ചാർജിങ്ങിന് പറഞ്ഞത് അത് മാനുവൽ ഡിമ്മിംഗ് ആയിട്ടുള്ള മിറർ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതും ഹാലജനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡ്രൈവർ സൈഡിൽ ഈ രീതിയിലാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. കോ ഡ്രൈവർ സൈഡിലും ഈ രീതിയിൽ ഷെയ്ഡും അതുപോലെ തന്നെ വാനിറ്റി മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഹാൻഡിൽ, അതായത് ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും ഹാൻഡിൽ ഒഴിവാക്കിയിട്ടുണ്ട്. എവിടെയില്ല, ഈ ഒരു വശത്തും ഇല്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ കാണാൻ പറ്റും. പിന്നെ ഹെഡ് റൂം കൂട്ടാനാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ചെറിയൊരു കുഴിയുള്ള രീതിയിലാണ് പിൻഭാഗത്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഇത്രയാണ് ഇതിന്റെ മുൻഭാഗത്തെ കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് നേരെ പിൻഭാഗത്തേക്ക് നോക്കാം.
അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ഒരു ബാറ്ററി പാക്ക് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കയറി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് വരുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എക്സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ് റൂമും നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു കുഴിയൊക്കെ വരുന്നതുകൊണ്ട് ഹെഡ് റൂം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, 3 പേർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാനുള്ള സ്പേസ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇതാണ് നോർമൽ ചാർജിങ് വരുന്നത്. നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ ഇതും കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ചാർജർ വരും. അതാണ് ഫാസ്റ്റ് ചാർജിങ്, DC ചാർജർ. ഇതാണ് ഇവിടെ ചാർജറിന്റെ സെറ്റപ്പ് വരുന്നത്. ഇത് സിട്രോണിന്റെ തന്നെയാണ്. ഇതിനുള്ളിൽ ഈ രീതിയിൽ വരുന്നുണ്ട്. നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇതാണ് ചാർജിങ്ങിന്റെ സെറ്റപ്പ് വരുന്നത്. നമുക്ക് ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ 15 ആംപിയറിന്റെ ചാർജറാണ് കണക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒരു അടപ്പ് വരുന്നുണ്ട്. അത് ഓൺ ചെയ്തതിനു ശേഷം ഈ രീതിയിലാണ് ഇതിന്റെ ചാർജിങ്ങിന്റെ സെറ്റപ്പ് വരുന്നത്. നേരെ നോക്കുവാണെങ്കിൽ ഇവിടെ പവറിന്റെ ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ചാർജ് ആവുന്ന ഇൻഡിക്കേഷനും പിന്നെ എന്തെങ്കിലും ഫോൾട്ട് വരുവാണെങ്കിൽ ഇവിടെ കാണിക്കും. ഇത്രയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് ലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ചാർജിങ് സ്റ്റാർട്ട് ആവുള്ളൂ. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റാർട്ട് ആവും. അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ അത് ലോക്ക് ചെയ്തില്ലെങ്കിൽ കുറച്ച് നേരം ഇതായതിനു ശേഷം ഓഫ് ആവും. പിന്നെ അതുപോലെ തന്നെ ലോക്ക് ചെയ്ത് നമുക്ക് ഈ ലിവർ അഴിച്ചെടുക്കാൻ പറ്റില്ല. അൺലോക്ക് ചെയ്താൽ മാത്രമേ ഈ ലിവർ, അതായത് ഈ ചാർജിങ്ങിന്റെ കണക്ഷൻ നമുക്ക് ഊരിയെടുക്കണമെങ്കിൽ വണ്ടി അൺലോക്ക് ചെയ്താൽ മാത്രമേ നമുക്കിത് അഴിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ചാർജിങ്ങിന്റെ കാര്യം. ഓവറോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡ്രൈവ് ഒന്ന് നോക്കാം. ഡ്രൈവ് നോക്കുന്നതിന് ഞാൻ നേരത്തെ ഗിയർ ഷിഫ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇതാണ്. നമുക്കിത് കാണുമ്പോൾ ചിലർക്ക് തോന്നാം ഇത് സിമ്പിൾ ആയിട്ട് കുട്ടികളൊക്കെ യൂസ് ചെയ്തില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. പക്ഷെ നമ്മളിത് ഒരിക്കലും വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഗിയർ വീഴില്ല. നമ്മളെ ബ്രേക്കിന്റെ പെഡൽ പ്രസ് ചെയ്ത് പിടിച്ച് ഗിയർ ഇട്ടാൽ മാത്രമേ ഇത് ഗിയറിൽ വീഴുള്ളൂ. ഇതിപ്പോൾ ഡ്രൈവ് മോഡിലാണുള്ളത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിംഗ് ഒക്കെ സിമ്പിൾ ആണ്. ജസ്റ്റ് നോർമൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഡി എന്ന് കാണിക്കും. അപ്പോഴാണ് നമുക്ക് ഇത് വണ്ടി ഓടിക്കാനുള്ള ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ട് എടുത്തു പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ വലിപ്പത്തിന് യോജിച്ച രീതിയിലാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വീല് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഓടിക്കുമ്പോൾ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ സിംഗിൾ സ്പീഡാണ് ഇതിന്റെ ഗിയർ ബോക്സ് വരുന്നത്. പിന്നെ റെസ്പോൺസ് ഒക്കെ ഭയങ്കര ക്യുക്കായിട്ടുള്ള റെസ്പോൺസും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ സസ്പെൻഷൻ നമുക്കറിയാം, ഫ്രണ്ടിൽ മെക്ഫേഴ്സൺ സ്റ്റേട്ടും അതുപോലെ തന്നെ പിൻഭാഗത്തേക്ക് പോകുവാണെങ്കിൽ ഡിസ്റ്റ് വ്യൂമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിട്രോണിന്റെ സസ്പെൻഷന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. മാജിക് കാർപ്പറ്റ് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ സസ്പെൻഷൻ അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ നോക്കുവാണെങ്കിൽ നല്ല ഉയർന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ ആണ്. വിസിബിലിറ്റി നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. വണ്ടിയുടെ ഈ ബോണറ്റിന്റെ 2 സ്കൂപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വണ്ടി കറക്റ്റ് വണ്ടിയുടെ വലിപ്പം നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഇതുള്ളത്, ഓവറോൾ കാര്യങ്ങളുള്ളത്. ഇനി ജസ്റ്റ് കുറച്ച് ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന കാര്യം. സൗണ്ട് കാര്യമായിട്ട് സൗണ്ട് ഒന്നുമില്ല. ഒരു AC-യുടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സൗണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഡോർ പാഡിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ഇതിന് മ്യൂസിക്കിന്റെ സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. അപ്പൊ ഇതിന്റെ സേഫ്റ്റിന്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ 2 എയർ ബാഗ്, ABS, EBD, അതുപോലെ തന്നെ സ്പീഡ് അലേർട്ട് ഉണ്ട്. അതും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിലെ ഫീച്ചേഴ്സിലും നമുക്ക് ഈ സ്പീഡ് അലേർട്ടിന്റെ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ മൊബൈൽ വഴി ഇതിന്റെ ഓവർ സ്പീഡ് അലേർട്ട് നമുക്ക് വരുന്ന ഒരു ഫംഗ്ഷൻ ഇതിൽ എനേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്പീഡ് സെൻസിങ്, ഡോർ ലോക്ക്, ഡോർ അജാർ വാണിംഗ്, സീറ്റ് ബെൽറ്റ് വാണിംഗ്, അങ്ങനെ ഒരു ചെറിയ ഇതിൽ തന്നെ ഇതിന്റെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. പിന്നെ റെസ്പോൺസിന്റെ കാര്യം അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ്. നമ്മൾ ഒരു സാധാരണ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ കയറി പോകുന്ന ഒരു വണ്ടിയാണ്. അത് ഞാൻ പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലാണ് 0 to 60 എത്താൻ 6.8 സെക്കൻഡ്സ് ആണ് ഇതിന് പറയുന്നത്. പിന്നെ വണ്ടി അത്യാവശ്യം ബോഡി വെയിറ്റ് ഉള്ളത് കൊണ്ട് സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഓടിക്കുമ്പോൾ സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സിട്രോണിന്റെ EVയുടെ വിശേഷങ്ങളുള്ളത്. നമ്മൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നോർത്തേൺ ട്രോപ്പിക് ആർക്കിടെക്ചേഴ്സ് ആണ്. നമ്മുടെ ഇവിടെ ആർക്കിടെക്ചേഴ്സ്, അതുപോലെ തന്നെ ഡിസൈൻ വർക്ക്സും അതുപോലെ തന്നെ കൺസ്ട്രക്ഷന്റെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങളുടെ എന്തെങ്കിലും വീട് പണിയോ അല്ലെങ്കിൽ ഇന്റീരിയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു C3 EVയുടെ വിശേഷങ്ങളുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.